ഹലോ വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അധ്യാപക സുഹൃത്തുക്കൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. ഗുഡ് ഈവനിങ്. ഓക്കെ, അപ്പം ഇന്ന് ഈ വീഡിയോ ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് അറിഞ്ഞിട്ടില്ല, ചിലവർ അറിഞ്ഞിട്ടില്ല, ചിലവർ അറിഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിൽ പ്രധാനമായിട്ട് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അയച്ചതിൽ RRB ആപ്ലിക്കേഷൻ അയച്ചതിൽ അതിൻ്റെ എന്താ പറയുക എഡിറ്റിംഗ് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ ഇനി എന്ത് കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ചിലപ്പോൾ നിരസിച്ചേക്കാം, അല്ലെങ്കിൽ അത് നിരസിക്കാതിരിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ റിജക്ഷൻ വരാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് മുൻകൂറായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാം. അപ്പം എന്നും പറയുന്നത് പോലെ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെയുള്ള വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ അതിൽ മീൻസ് അങ്ങനെയുള്ള ഇഷ്യൂസ് നിങ്ങൾ നേരിടുന്നെങ്കിൽ തീർച്ചയായിട്ടും മുഴുവനായിട്ട് ശ്രദ്ധിച്ച് കാണാൻ ശ്രമിക്കുക. അതിൽ പറയുന്ന കാര്യങ്ങൾ, വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടത് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ ഇതിനോടനുബന്ധിച്ച് തന്നെ ഞാൻ പറഞ്ഞു കുറച്ച് വീഡിയോസ് അപ്ലോഡിങ്ങിലുണ്ട്, അതിൽ വരും നിങ്ങൾക്ക്. അതായത് റബ്ബർ ബോർഡിന്റെ ലാസ്റ്റ് ഡേറ്റ് നാളെയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനാലിസിസ്, സിലബസ്, അതുപോലെ തന്നെ ബാക്കിയുള്ള KVS, NVS, ഏകലവ്യ, DSSB, UPSSC, അപ്പം അങ്ങനെയുള്ള കുറേ പോസ്റ്റുകളിലേക്ക് ഇപ്പം നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഓക്കെ, പല രീതിയിലുള്ള. അപ്പം അതിൻ്റെ എല്ലാം അപ്ഡേറ്റ്സ് ഉടനെ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ഇനി ഈ RRB റെയിൽവേയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓൺലൈൻ കോഴ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. മീൻസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. RRB ടീച്ചർ. ഓക്കെ, RRBയുടെ എല്ലാ കോഴ്സും ഉണ്ട്. അതായത് TGT ഉണ്ട്, TGT, PGT, PRT എല്ലാത്തിൻ്റെയും കോഴ്സ് ഉണ്ട്. ഓക്കെ, നമ്മുടെ ഫീസ് 599, ഓൺലി 599 ആണ്. അപ്പം നിങ്ങൾക്ക് 599 രൂപ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഫുൾ സിലബസ് ബേസ്ഡ്, എല്ലാത്തിൻ്റെയും ഫുൾ സിലബസ് ബേസ്ഡ് ക്ലാസ്സുകൾ, അതിൻ്റെ നോട്ട്സുകൾ, PDF നോട്ട്സുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, മോഡൽ ക്വസ്റ്റ്യൻസ് എല്ലാം അവൈലബിൾ ആണ്. PVQ ചെയ്യും. നമ്മൾ ക്ലാസ് ലൈവ് പ്ലസ് റെക്കോർഡാണ്. ലൈവ് ക്ലാസ് പ്ലസ് റെക്കോർഡ് ക്ലാസ് ആണ്. എല്ലാ ക്ലാസ്സിൻ്റെ ലൈവ് ഉണ്ടായിരിക്കും, അതിൻ്റെ റെക്കോർഡ് ക്ലാസ് ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ ഒരു P ആണ് വേണ്ടത് ആപ്ലിക്കേഷൻ എന്നുള്ളത്. ഓക്കെ, ഓക്കെ, ഓക്കെ. അതുപോലെ തന്നെ ഇപ്പോൾ അപ്പം RRB ടീച്ചിന്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്, ഓൺഗോയിങ് ആണ്. അതുപോലെ തന്നെ HSA നാച്ചുറൽ സയൻസ്, കേട്ടോ, HSA നാച്ചുറൽ സയൻസ് താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് കോഴ്സ് ഫീസ് 50% റിഡക്ഷൻ കഴിഞ്ഞിട്ട് 999 രൂപയാണ് ഫീ എന്ന് പറയുന്നത്. അതുപോലെ LP UP ലോങ് ടേം ഫ്രീ കോഴ്സ് ആണ്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൺലി അഡ്മിഷൻ ഫീസ് 299 മാത്രം അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അത് UP സെക്ഷന്റെ ഇന്റർവ്യൂ ബാച്ചും ഉണ്ട്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പം RRBയിലൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ക്ലാസ് നമ്മൾ ജസ്റ്റ് 1-2 ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഏത് ബാച്ചിലായിരുന്നാലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഈ നമ്പറിലെ വാട്സപ്പ് മെസ്സേജസിലൂടെയോ അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന മറ്റു നമ്പറുകളിലൂടെയൊക്കെ നമുക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. വാട്സപ്പ് ഇതിൽ മാത്രമാണ് ഉള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒക്കെ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് അവൈലബിൾ ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് വരാം. അതോടൊപ്പം തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. നമ്മൾ ഒരുവിധം കുറെ ഫ്രീ ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരും പെയ്ഡിനോടൊപ്പം തന്നെ, അതും കാണുക. അതോടൊപ്പം തന്നെ ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോസ് ഒക്കെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പരമാവധി എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക ആവശ്യമുള്ളവർ. ഓക്കെ, അപ്പൊ നമ്മുടെ കാര്യത്തിലേക്ക് കടക്കാം. നീണ്ടു പോകുന്നു പറയരുത്, ഇതൊക്കെ പറയേണ്ടത് അത്യാവശ്യമായതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ അപ്ഡേഷൻസ് വേണ്ടിയുള്ള അല്ലെങ്കിൽ മോഡിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ് ഫീ ഇല്ല. നിങ്ങൾ മോഡിഫൈഡുള്ള വിൻഡോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ട് രീതിയിലാണല്ലോ ഓപ്പൺ ചെയ്യുന്നത്. ആധാർ നമ്പർ കൊടുത്തോ അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പാസ്വേഡ് കൊടുത്തോ നിങ്ങളത് എന്ത് ചെയ്യും, ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൽ ആപ്ലിക്കേഷൻ ഹിസ്റ്ററി അതിലേക്ക് പോകുമ്പോഴത്തേക്കും മോഡിഫൈ എന്നുള്ള ഓപ്ഷൻ ഒരു ഐയുടെ ചിഹ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ മോഡിഫിക്കേഷൻ വിൻഡോ വരുമ്പോഴത്തേക്കും അതിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്താനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒരു പേജ് മാത്രം, ഫസ്റ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത അക്കൗണ്ട് മാത്രം തിരുത്താൻ പറ്റത്തില്ല, ബാക്കിയെല്ലാം നിങ്ങൾക്ക് മോഡിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ആ മോഡിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങളോട് ഒരു
പോപ്പപ്പ് വിൻഡോ വന്ന് നിൽക്കും. ഫീസ് അടയ്ക്കാൻ 250 റുപ്പീസ് ഫീസ് വേണം, ഫീസ് അടയ്ക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കും. ഓക്കെ കൊടുത്ത് തന്നെ അങ്ങ് പോവുക. ഓക്കെ, ഫീസിന്റെ കാര്യമൊക്കെ പിന്നീട് ലാസ്റ്റ് നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യാനുള്ളതെന്ന് അവരെന്ത് ചെയ്ത് ഈടാക്കും. അല്ല, നിങ്ങളിപ്പം ഇത് ഇപ്പോൾ തിരുത്തുന്ന സമയത്ത് നിങ്ങൾ ആരും ഫീസ് അടയ്ക്കേണ്ടി വരത്തില്ല. ഓക്കെ, അതിൽ അവർ പറഞ്ഞിരിക്കുന്ന നോട്ടിഫിക്കേഷൻ അനുസരിച്ച് റെയിൽവേ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-ാം തീയതി മുതൽ 12-ാം തീയതി വരെ 3 മുതൽ 12-ാം തീയതി വരെ നമുക്ക് എന്ത് ചെയ്യാം, ഫീസ് അടയ്ക്കാതെ ഡേറ്റ് ആൻഡ് ടൈം ഓഫ് ദ മോഡിഫിക്കേഷൻ വിൻഡോ ടു മോഡിഫിക്കേഷൻ ഇൻ ദ ആപ്ലിക്കേഷൻ ഫ്രോം ഇൻക്ലൂഡിംഗ് അപ്ലൈഡ് RRB വിത്തൗട്ട് ദ പേയ്മെന്റ് ഓഫ് മോഡിഫിക്കേഷൻ ഫീസ് എന്നാണ്. ഓക്കെ, അപ്പൊ മിക്കവാറും നിങ്ങൾ ഇന്ന് ഫീസ് വാങ്ങിക്കത്തില്ല കേട്ടോ. ഇപ്പൊ നിലവിൽ നിങ്ങൾ മോഡിഫൈ ചെയ്യുമ്പോൾ ഫീസ് അടയ്ക്കേണ്ടി വരത്തില്ല, അങ്ങനെയുള്ള ഓപ്ഷൻ ഒന്നും വരത്തില്ല. ഓക്കെ, ധൈര്യമായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോഡിഫൈ ചെയ്യാം. ഇനി ആ ഒരു ഫീസ് പിടിക്കണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ അടച്ചിട്ടുള്ള ഫീസിൽ ജനറൽ ഒഴികെ ബാക്കി എല്ലാവർക്കും ഫുൾ എമൗണ്ട് റീഫണ്ടബിൾ ആണ്. ജനറലിന് 500 രൂപയ്ക്ക് 400 രൂപ റീഫണ്ടബിൾ ആണ്. അതിൽ നിന്നായിരിക്കും അവർ ഫീസ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് പിടിക്കുന്നത്, ബാക്കി തിരിച്ചു തരുന്നത്. അങ്ങനെ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പൊ ഫീസ് അടയ്ക്കാതെ 3 to 12 വരെ ചെയ്യാം. ഓക്കെ, നാളെ 10 ആവുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നോക്കാം. ഇനി ഫീസ് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, 13-ാം തീയതി മുതൽ 22-ാം തീയതി വരെയാണ് ഫീസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിൻഡോ മോഡിഫൈ ചെയ്യാൻ പറ്റുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക. ഓക്കെ, അപ്പൊ 12-ാം തീയതി വിത്തൗട്ട് ഫീസ് എന്ന് പറയുന്നത്, വിത്തൗട്ട് ഫീ എന്ന് പറയുന്നത് 12-ാം തീയതി വരെയാണ്. ഓക്കെ, ഇനി വിത്ത് ഫീ എന്ന് പറയുന്നത് 22 വരെയാണ്. 13-ാം തീയതി മുതൽ 13 മുതൽ 13th മുതൽ 22 വരെയാണ് വിത്ത് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് ഫീ എന്ന് പറയുന്നത്. അപ്പൊ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, നിങ്ങളത് മോഡിഫൈ ചെയ്യാനുള്ള ഒരു മോഡിഫൈ. അപ്പൊ മോഡിഫൈ ചെയ്യണം എന്ന് പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് എങ്ങനെ ഈ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിരസിക്കാം, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഇപ്പൊ അപ്ലൈ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നിരസിക്കാം. നിങ്ങളുടെ ആപ്ലിക്കേഷൻ അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മെയിലിലൂടെയോ മൊബൈലിലൂടെയോ മെസ്സേജസ് വരും. യുവർ ആപ്ലിക്കേഷൻ ദി പ്രൊവിഷണലി അക്സെപ്റ്റ് എന്നും പറഞ്ഞിട്ട് മെസ്സേജ് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പം എങ്ങനെയൊക്കെയാണ് ആപ്ലിക്കേഷൻ ഇൻവാലിഡ് ആയിട്ട് മാറുന്നത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ? ഓക്കെ, എന്തൊക്കെയാണ്? ഒന്ന്, ഇത് ആദ്യം നമ്മൾ പറയാം, മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻ ടു ഡിഫറെന്റ് RRB, സെയിം RRB ഫോർ ദ ഈ പേഴ്സണലൈസ്ഡ് നോട്ടിഫിക്കേഷൻ. അതായത് ഒറ്റ അക്കൗണ്ടിൽ നിന്ന് മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഡിഫറെന്റ് ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡീബാർ ചെയ്യും. ഓക്കെ, നമ്മൾ സാധാരണ നിങ്ങൾ ഏതെങ്കിലും ഒരു RRBയിലായിരിക്കും അപ്ലൈ ചെയ്തിരിക്കുന്നത്, അത് മതി. വേറെ ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് റിജക്ട് ചെയ്യും. ഓക്കെ, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ എല്ലാവരും സെയിം ആണ്, ഒറ്റ RRBയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, രണ്ടാമത്തത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് രണ്ടുമാണ് വെരി വെരി ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ 2 കാര്യങ്ങളാണ്. ഒന്നാമത്തത് നിങ്ങളുടെ ഫോട്ടോയാണ് കേട്ടോ. നിങ്ങളുടെ ഫോട്ടോയാണ്. രണ്ടാമത്തെ നിങ്ങളുടെ സിഗ്നേച്ചർ, സൈൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പ് എന്ന് പറയുന്ന കാര്യമാണ് മെയിൻ ആയിട്ട് അവർ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിന്റെ കുറച്ച് രേഖാചിത്രങ്ങളൊക്കെ അവരവിടെ തരുന്നുണ്ട്, അല്ലെങ്കിൽ ഒപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ള രേഖാചിത്രങ്ങളവിടെ തരുന്നുണ്ട്. ബട്ട് നിങ്ങൾ ചിലപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോട്ടോയും സിഗ്നേച്ചറും ഒക്കെ അക്സെപ്റ്റബിൾ ആയിട്ടുണ്ടാവും. ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അക്സെപ്റ്റബിൾ ആയിട്ടുണ്ടാവും. പക്ഷേ ശ്രദ്ധിക്കുക, നിങ്ങൾ തന്നെ അയച്ചിരിക്കുന്ന നിങ്ങളുടെ ഫോട്ടോ ഓർ സിഗ്നേച്ചർ ഓക്കെ നിങ്ങൾക്ക് തന്നെ തൃപ്തിയില്ലാതെ തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, അത് മാറ്റിയിട്ട് പുതിയത് അപ്ലോഡ് ചെയ്യണം. അതായത് ഒരുപാട് കാര്യങ്ങൾ ഫോട്ടോയെ പറ്റി പറയുന്നുണ്ട്. 2 മാസങ്ങൾക്ക് മുമ്പ് എടുത്ത ഫോട്ടോ ആയിരിക്കണം. മറ്റേ കേപ്പ്, ഹെൽമെറ്റ്, ഹാറ്റ്, ഡാർക്ക് ഗ്ലാസ്സസ് ഒന്നും വെക്കാൻ പാടില്ല. സ്മോൾ സൈസ് ഫോട്ടോ ആവാൻ പാടില്ല. അതിന്റെ പുറത്ത് എഴുത്ത് കാര്യങ്ങളൊന്നും പാടില്ല. പിന്നെ ഡാർക്ക് കളർ, പിന്നെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് തന്നെ ആയിരിക്കണം ഫോട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു സൈഡ് തിരിഞ്ഞിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും, നിങ്ങളുടെ മുഖം ഫേസ് ഫുള്ള് കാണാത്ത ഫോട്ടോ ആയിരിക്കും. അതായത് ഫേസ് ചെറുതും ബാക്കി ബോഡി വലുതായിട്ടിരിക്കുന്ന ഫോട്ടോസ് ആയിരിക്കും. ഓക്കെ, അതായത് നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ളപ്പോഴത്തേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ ഓക്കെ അപ്ലോഡ് ആയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങളുടെ തല കുഞ്ഞു ചെറുതും ബോഡി ഇത്രയും ഫുൾ ആയിട്ടിരിക്കുന്ന ഈ ഒരു സൈസിലായിരിക്കും ഇരിക്കുന്നത്. ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല. നിങ്ങളുടെ മുഖം വ്യക്തമായിട്ട് കാണുകയും വേണം. 2 സൈഡും ഒരേപോലെ. നിങ്ങളുടെ ഫോട്ടോ എടുക്കുമ്പോൾ നേരെ സ്ട്രെയിറ്റ് ആ ക്യാമറയിൽ നോക്കി എടുത്തിരിക്കുന്ന ഫോട്ടോ, അല്ലാതെ ഫോട്ടോയ്ക്ക് സ്റ്റൈലിൽ പോസ് ചെയ്ത് ഒരു സൈഡ് തിരിഞ്ഞ് ഒരു സൈഡ് ചരിഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ആവശ്യമില്ല. അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. 2 കണ്ണ് നേരെ, 2 കവിളും കണ്ണും 2 സൈഡും നേരെ കാണത്തക്ക വിധത്തിൽ
കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള ഫോട്ടോ, അതായത് ഫോട്ടോ ഫ്രെയിമിൽ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ തല ആയിരിക്കണം, നിങ്ങളുടെ മുഖം ആയിരിക്കണം നന്നായിരുന്നു, ഇങ്ങനെ ഇരിക്കുന്ന ഈ സൈസിലുള്ള ഒരു ഫോട്ടോ. ഓക്കെ, ഈ സൈസിലുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം നിങ്ങൾ അത് അപ്ലോഡ് ചെയ്തിരിക്കേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഫോട്ടോ ആണ് അത് നോക്കുക. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ അവര് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി എടുത്തതോ, നിങ്ങളുടെ മൊബൈലിൽ നിന്ന് എടുത്തോ, ഗ്രൂപ്പ് ഫോട്ടോയിൽ നിന്ന് എടുത്തോ, സെൽഫിയിൽ നിന്ന് എടുക്കുവോ, മൊബൈലിൽ നിന്ന് എടുക്കുവോ, മോർഫഡ് ആയിട്ടുള്ള ഫോട്ടോയോ, ഡിസ്ട്രക്റ്റീവ് ഷാഡോസ് അതിലുണ്ടെങ്കിലോ, ബാക്ക്ഗ്രൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, അങ്ങനെ വരുന്ന കാര്യങ്ങൾ, പിന്നെ നമ്മുടെ കൈയുടെ പോർഷൻസ്, അതിൽ ചെസ്റ്റിന്റെ പോർഷൻസ്, ഷോൾഡർ ടൈഡ് ഫോട്ടോസ് വിത്ത് സൈഡ് ടൈറ്റിൽ വ്യൂ, ഫോട്ടോ വിത്ത് ഹെഡ് സൈഡ് വേർഡ് അപ്വേർഡ്, ഡിസ്ട്രാക്ടിങ് ഷാഡോസ് അക്രോസ് ദ ഫോട്ടോ, ഫോട്ടോ വിത്ത് ഐസ് ഫുള്ളി ക്ലോസ്ഡ്. ഓക്കെ, പിന്നെ ഗ്ലാസ് വെച്ചിരിക്കുന്ന ഫോട്ടോ വിത്ത് പുവർ റെസൊല്യൂഷൻ, ബ്രൈറ്റ്നസ്, ഷാർപ്നെസ്, ബ്ലർഡ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള പിക്സലേറ്റഡ് അൺനാച്ചുറൽ സ്കിൻ ടോൺ ഫോട്ടോസ്, അതായത് നമ്മൾ ഫോട്ടോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ അൺനാച്ചുറൽ ആയിട്ടുള്ള സ്കിൻ ടോൺ ഒക്കെ കൊടുക്കത്തില്ല, ഒരുപാട് വെളുപ്പിച്ചും ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ഫിൽറ്റർ ഒക്കെ ഇട്ടുള്ള, അതൊന്നും വേണ്ട, നിങ്ങളുടെ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോ ആയിരിക്കണം. ഓക്കെ, പിന്നെ ടോൺ ക്രീസ്ഡ്, മാർക്ക്ഡ്, ഇൻവെർട്ടഡ് ഇമേജ്, ബ്ലാങ്ക് ഇമേജ് ഫോട്ടോ എക്സെട്ര. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവർ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ ഫാഷൻ ഷോയ്ക്ക് എടുത്തു വരാനുള്ള ഫോട്ടോസ് ഒന്നും അവിടെ അപ്ലോഡ് ചെയ്യേണ്ട. നിങ്ങളുടെ യഥാർത്ഥ മുഖം, യഥാർത്ഥ ഫേസ്, നിങ്ങളുടെ യഥാർത്ഥ കളറ്, അങ്ങനെയുള്ള ഫോട്ടോയാണോ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും നോക്കുക. അതല്ലെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള കറക്റ്റ് ഫോട്ടോ ഫിഗേർഡ് ആയിട്ടുള്ള, ഓക്കെ, ബോഡിയെ പ്രൊജക്ട് ചെയ്യാത്ത, ഫോട്ടോ ഫിഗേർഡ് ആയിട്ടുള്ള, ചരിഞ്ഞിരിക്കാത്ത, നിവർന്നിരിക്കുന്ന, കറക്റ്റ് ക്യാമറയെ നോക്കി എടുത്ത, രണ്ട് സൈഡും വ്യൂ ആയിട്ടുള്ള, ഇത്തരത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളാത്ത, കറക്റ്റ് സ്റ്റുഡിയോയിൽ പോയി എടുത്ത നല്ലൊരു ഫോട്ടോ തന്നെ ആയിരിക്കണം അപ്ലോഡ് ചെയ്തിരിക്കേണ്ടത്. നിലവിൽ നിങ്ങൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് തീർച്ചയായിട്ടും അത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ അവർ പ്രൊഫഷണലി ചെക്ക് ചെയ്യുന്ന സമയത്ത്, പ്രിന്റ് എടുക്കുന്ന സമയത്ത്, അവര് ആപ്ലിക്കേഷൻ പ്രിന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ കാരണം വലിച്ചു നീട്ടിയൊക്കെ വെച്ചിരിക്കുന്ന ഫോട്ടോ ആയിരിക്കും, പ്രിന്റ് എടുക്കുമ്പോഴത്തേക്ക് ബ്ലറായി പോകും, നിങ്ങളെ വ്യക്തമായിട്ട് കാണാനൊന്നും പറ്റത്തില്ല, റിജക്ട് ചെയ്യും. സെയിം കേസ് തന്നെയാണ് എന്തിൽ വരുന്നത്, സിഗ്നേച്ചറിന്റെ കേസിൽ വരുന്നത്. പലരും സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്, ഞാൻ തന്നെ പല ആപ്ലിക്കേഷൻസ് തിരുത്തി കൊടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അപ്ലൈ ചെയ്ത സമയത്തൊക്കെ അത് വാലിഡ് ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റി. പക്ഷെ പല ഫോട്ടോസിലും കാണപ്പെട്ടത്, പല സിഗ്നേച്ചറിലും ഫോട്ടോസിലും ഒക്കെ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ആ ഫോട്ടോയും സിഗ്നേച്ചറും ഒന്നും കറക്റ്റ് റെസൊല്യൂഷൻ ഉള്ളതല്ല. അവർ പറഞ്ഞിരിക്കുന്ന റെസൊല്യൂഷൻ ആ സൈസ് തന്നെ ആയിരിക്കും, റെസൊല്യൂഷൻ അല്ല. വലിച്ച് അത് സിഗ്നേച്ചർ ഒന്ന് വലുതാക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെ ഒന്ന് പ്രിന്റ് എടുക്കുമ്പോഴത്തേക്ക് അത് ആ ഒപ്പൊക്കെ ബ്ലറായി പോകുന്നു. ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു ഒപ്പാണെങ്കിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് കാണാനേ പറ്റത്തില്ല, ഇങ്ങനെ എന്തൊക്കെ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ കറക്റ്റ് റെസൊല്യൂഷനുള്ള നല്ലൊരു സ്റ്റുഡിയോ പോയി ചെയ്ത നല്ല റെസൊല്യൂഷനുള്ള നല്ലൊരു ഫോട്ടോയും നല്ലൊരു സിഗ്നേച്ചറും നിങ്ങൾ എന്ത് ചെയ്യണം, invalid signature not as per the prescribed specifications such as use of black capital letters instead of running handwriting, poor resolution, incomplete image, incomplete signature, image other than signature, no signature, blank image. അതായത് പലരും പേര് അറിഞ്ഞൂടാത്തവരുണ്ട്, പേര് അതേപോലെ എഴുതിയിട്ട് കൊടുക്കുന്നവരുണ്ട്. ഓക്കെ, പിന്നെ ക്യാപിറ്റൽ ലെറ്റർ എഴുതി കൊടുത്തിട്ട് അതൊക്കെ അപ്ലോഡ് ആവും. നിങ്ങൾ കൊടുക്കുമ്പോൾ അതൊക്കെ അപ്ലോഡ് ആവും, നിങ്ങളുടെ സൈസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയതുകൊണ്ട് അത് അപ്ലോഡ് ആയിട്ടുണ്ടാവും. പക്ഷെ ദയവായിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മാറ്റണം. ബ്ലാക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ്, റണ്ണിങ് ലെറ്റേഴ്സില് എന്താണ് സച്ചാസ് യൂസ് ഓഫ് ബ്ലോക്ക് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗ്. അതായത് നിങ്ങൾ റണ്ണിങ് ഹാൻഡ് റൈറ്റിംഗിൽ അല്ലാതെ, ഇപ്പൊ എന്റെ പേര് സുഭാഷ് എന്നാണ്, ആ സുഭാഷിനെ ഞാൻ ഇങ്ങനെയൊക്കെ എഴുതിയിട്ട് ചിലപ്പോൾ ഒപ്പിടാറുണ്ട്, ഇങ്ങനെ പേരെഴുതി അടിയിൽ വരയും കൊടുത്ത് 2 കുത്തക കൊടുത്തിടാറുണ്ട്. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യും. ബാക്കി എല്ലാം ശരിയാണ്, ഒപ്പ് ഇങ്ങനെയാണെങ്കിൽ റിജക്ട് ചെയ്യും. ഓക്കെ, ക്യാപിറ്റൽ ലെറ്റർ ഇട്ട് കഴിഞ്ഞാൽ അത് റണ്ണിങ് ലെറ്റേഴ്സ് ആയിരിക്കും. ഇങ്ങനെ ഇപ്പൊ ഞാൻ ഇവിടെ ഇടുന്ന പോലെ ഇങ്ങനെയുള്ള റണ്ണിങ് ലെറ്റേഴ്സിലായിരിക്കണം ഈ ഒപ്പിടേണ്ടത്, നിങ്ങളുടെ ഒപ്പ്. ഓക്കെ, ആ ഒപ്പ് വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള പ്രിന്റ് എടുക്കുമ്പോൾ അത് അതെന്താണ് ഒരുമാതിരി വൃത്തികേടായ രൂപത്തിൽ മാറാത്ത രൂപത്തിലുള്ള ഒപ്പായിട്ട് തന്നെ ഇരിക്കത്ത രൂപത്തിലുള്ള റെസൊല്യൂഷനുള്ള ഒപ്പായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കേണ്ടത്. ഒന്നും കൂടി ഞാൻ പറയുന്നു, നിങ്ങളുടെ ഫോട്ടോയും ഒപ്പും നിങ്ങൾ ആപ്ലിക്കേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്ത സമയത്ത് അപ്ലോഡ് ആയിട്ടുണ്ടാവും, ബട്ട് അതിന് ക്ലാരിറ്റി ഉണ്ടാവത്തില്ല. അത് പ്രിന്റ് എടുക്കുമ്പോൾ ഒന്നും അറിയാൻ പറ്റത്തില്ല, പടർന്നു പോവും. മനസ്സിലായില്ലേ? അങ്ങനെയുണ്ടെങ്കിൽ അവരത് റിജക്ട് ചെയ്യും. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയൊക്കെ ഉള്ള ഒപ്പോ അതായത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ
ക്ലിയർ ഇല്ലാതെ നല്ല റെസൊല്യൂഷൻ ഇല്ലാതെ പിക്ചേഴ്സ് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റിയിട്ട് അപ്ലോഡ് ചെയ്യുക. 12-ാം തീയതി വരെ ഫീസ് അടയ്ക്കാതെയും 12 മുതൽ 22 വരെ ഫീസ് അടച്ചും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് മാറ്റാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇൻകംപ്ലീറ്റ് ഓർ ഇൻകറക്റ്റ് ഫിൽഡ് ആപ്ലിക്കേഷൻ, അതറിയാമല്ലോ, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ഓക്കെ, നോട്ട് പൊസസിങ് ദ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് ആസ് ഓൺ ദ ക്ലോസിംഗ് ഡേറ്റ് ഫോർ ഓൺലൈൻ സബ്മിഷൻ ആപ്ലിക്കേഷൻ, ദാറ്റ് ഈസ്, അത് പഴയ ഡേറ്റ് ആണ്. അതായത് നമ്മൾ 28/2/2025 ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ്. ആ ലാസ്റ്റ് ഡേറ്റ് അവർ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അല്ലാതെയുള്ള പോസ്റ്റ് ഏതെങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ എക്സാമ്പിള് നിങ്ങൾക്ക് ആകെ ഓൺലി ഡിഗ്രി പ്ലസ് BEd പ്ലസ് ടെറ്റ് ഓർ CTET ഉള്ളൂ, പക്ഷെ നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന പോസ്റ്റ് PGT ആണ്, നിരസിക്കും ആപ്ലിക്കേഷൻ, നിരസിക്കും. അതായത് TGT ക്വാളിഫൈഡ് ഉള്ള ഒരു PGTക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിരസിക്കും. PGT ഓക്കെ, അതായത് ക്വാളിഫിക്കേഷൻ കുറഞ്ഞ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കൂടിയ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, അപ്പൊ യഥാർത്ഥ ക്വാളിഫിക്കേഷൻ ഉള്ള യഥാർത്ഥ പോസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, നിങ്ങൾ ആപ്ലിക്കേഷൻ നിരസിക്കും. അതുകൊണ്ട് അതൊക്കെ നോക്കുക, കറക്റ്റ് ചെയ്യുക. പിന്നെ ഏജ് ഞാൻ പറഞ്ഞായിരുന്നു, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടാണ്. ഓവർ ഏജ്ഡോ അണ്ടർ ഏജ്ഡോ ഡേറ്റ് ഓഫ് ബർത്ത് റോങ്ലി ഫിൽഡ് അവർ നിരസിക്കുന്നതാണ്. കാൻഡിഡേറ്റ്സ് നെയിം ഫിഗറിംഗ് ഇൻ ദ ഡി ബാർ, ഞാൻ നേരത്തെ പറഞ്ഞു, ഡി ബാർ ആയിട്ടുള്ള വീണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ആപ്ലിക്കേഷൻ നിരസിക്കും. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് ബീൻ ഡിസ്മിസ്ഡ് ഫ്രം സർവീസ് ബൈ ദ, അതായത് മറ്റ് ഗവൺമെന്റ് സർവീസുകളിൽ നിന്നൊക്കെ ഡിസ്മിസോ ഡിബാറോ ചെയ്തിരിക്കുന്നവർ ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെയും എന്ത് ചെയ്യും, ഒഴിവാക്കുന്നതാണ്. എനി അതർ ഇറഗുലാരിറ്റീസ് വിച്ച് ആർ ഒബ്സർവ്ഡ് ആൻഡ് കൺസിഡർഡ് ആസ് ഇൻവാലിഡ് ബൈ ആർ, അതായത് ഈ പറഞ്ഞ തരത്തിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ നിരുപാധികം നിങ്ങളുടെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുന്നതായിരിക്കും. അവസാനം അവർ കൊട്ടേഷൻ പറഞ്ഞിട്ടുണ്ട്, details of rejected application can be viewed on the website of the RRB concerned by logging in along with the reasons for rejection, which will be final and binding. No further correspondence shall be entitled on the subject. ഓക്കെ, അതായത് നമ്മൾ ഇത്രയും പറഞ്ഞിട്ടും നിങ്ങൾ ഈ തിരുത്തുവാനായിട്ട് ഏകദേശം 10-20 ദിവസം തന്നിട്ടും നിങ്ങൾ അതൊന്നും മേക്കപ്പ് ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ ഒരു കാരണം കൂടാതെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിരസിക്കുകയും ആ നിരസിച്ച കാരണങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ ആ റെയിൽവേയുടെ വെബ്സൈറ്റിൽ ഉണ്ടാകുകയും ചെയ്യും. പക്ഷേ നോ ഫർദർ കറസ്പോണ്ടൻസ് ഷാൾ ബി എന്റർടൈൻഡ് ഓൺ ദ സബ്ജക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് വീണ്ടും ഒരു അവസരം അവർ തരത്തില്ല. സാർ അത് പറ്റിപ്പോയി, ഞാൻ തിരുത്താം എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും നിങ്ങൾ അതാത് സോണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ, പ്രശ്നം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. ഓക്കെ, അതുപോലെ തന്നെ നോ റീഫണ്ട് ഓഫ് എക്സാമിനേഷൻ ഫീ വിൽ ബി മെയ്ഡ് ഓൺ അക്കൗണ്ട് ഓഫ് റിജക്ഷൻ ഓഫ് ആപ്ലിക്കേഷൻ. ഇനി എന്റെ ആപ്ലിക്കേഷൻ റിജക്ട് ചെയ്തല്ലേ, ഞാൻ അടച്ച ഫീസിന് തിരികെ തരുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതും ഇല്ല. Okay, by SMS and email alerts shall also be sent to the candidates on their registered mobile number and email IDs. Candidates will not be intimated by post. അപ്പൊ ഇതെല്ലാം നിങ്ങളുടെ അവര് മെയിൽ വഴിയോ മെസ്സേജ് വഴിയോ അറിയിക്കുന്നതായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങള് എന്ത് ചെയ്യുക, തൃപ്തിയോടെ ചെയ്തവരാണെങ്കിൽ നോക്കണ്ട. തൃപ്തി ഇല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു ഫോട്ടോ വെച്ച്, പഴയ ഫോട്ടോ വെച്ച്, പണ്ടത്തെ ഒപ്പ് വെച്ച് ഒക്കെ ചെയ്തിട്ടുള്ളവര്, ക്ലിയർ അല്ലാത്ത ഫോട്ടോ വെച്ചൊക്കെ ചെയ്തിട്ടുള്ളവര് മാറ്റണം. ഫോട്ടോ പ്രിന്റ് എടുക്കുന്ന സമയത്ത് അത് ക്ലാരിറ്റി ഇല്ലെങ്കിൽ, ഒപ്പ് പ്രിന്റ് എടുക്കുന്ന സമയത്ത് അത് ക്ലാരിറ്റി ഇങ്ങനെ പിരിന്നിരിക്കുന്ന അവസ്ഥയിൽ, ഒപ്പൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ അവസ്ഥയിലൊക്കെ ആണെങ്കിൽ, ഇനി ക്യാപിറ്റൽ ലെറ്ററിൽ ഒപ്പിട്ടിരിക്കുന്നതാണെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ളവരെയൊക്കെ ആപ്ലിക്കേഷൻ നിരുപാധികം നിരസിക്കുന്നതായിരിക്കും. അപ്പൊ ദയവായിട്ട് നിങ്ങൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. പിന്നെ ഫോട്ടോഗ്രാഫിന്റെ സ്പെസിഫിസിറ്റി ഒക്കെ ഇതിലുണ്ട്. അത് നിങ്ങൾ കൊടുക്കേണ്ട 35x45 mm അല്ലെങ്കിൽ 320x240 പിക്സൽസ് ആണ്. ഫോർമാറ്റ് JPG JPEG ഇതായിരുന്നു. ഫോട്ടോയുടെ സൈസ് 50 KB കുറയാനും 100 KB കൂടാനും പാടില്ല. അതായിരുന്നു ഫോട്ടോയുടെ സൈസ്. ഇതേ സൈസ് കൊണ്ടുപോയി നിങ്ങളൊരു സ്റ്റുഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചെയ്തു തരും അടിപൊളിയായിട്ട്. ഓക്കെ, അതുപോലെ തന്നെയാണ് സിഗ്നേച്ചർ എന്താണ്, അതും JPEG അല്ലെങ്കിൽ JPG തന്നെയാണ്. 50-20 mm അല്ലെങ്കിൽ 140x60 പിക്സൽസ് ഇടയിലാണ് അതിന്റെ സൈസ്. 30 KB കുറയാനും 50 KB കൂടാനും പാടില്ല. ഇതായിരുന്നു അതിന്റെ സൈസ്. ഈ സൈസ് പറയുമ്പോഴും പലരും, ഞാൻ പറഞ്ഞത് നേരത്തെ, അൺക്ലിയർഡ് ആയിട്ടുള്ള, ക്ലിയർ അല്ലാത്ത സിഗ്നേച്ചർ അല്ലെങ്കിൽ ക്ലിയർ അല്ലാത്ത ഒരു ഫോട്ടോയും കൊണ്ടുപോയിട്ട് മൊബൈലിൽ ഓൺലൈൻ വഴി എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, കറക്റ്റ് ആണ്, അത് അപ്ലോഡ് ആയിട്ടുണ്ട്, നിങ്ങൾ അപേക്ഷ അവർ സ്വീകരിച്ചിട്ടുണ്ട്, ഫീസ് അടച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, സമാധാനമായിട്ടിരിക്കുകയാണ്. പക്ഷെ ആ ഫോട്ടോ, ഈ ഫോട്ടോയോ സിഗ്നേച്ചറോ ഈ സൈസ് ആയതുകൊണ്ട് അപ്ലോഡ് ആയതാണ്. പക്ഷെ അതിൽ ഒരു ക്ലാരിറ്റിയോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല.
അതൊരു നിങ്ങളുടെ ഹോൾ ടിക്കറ്റിന് വേണ്ടി പ്രിന്റഡ് ആയിട്ട് പുറത്തേക്ക് എടുക്കുമ്പോൾ നിങ്ങളുടെ ഒപ്പ്, ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഒപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് എടുക്കുമ്പോൾ ആ ഒപ്പൊന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അങ്ങനെയുള്ള അവസരങ്ങൾ നിരസിക്കും. നിങ്ങളുടെ ഫോട്ടോ നല്ല അടിപൊളിയായിട്ട് കാണാൻ നല്ല രസമുണ്ട്, ഓക്കെ, ആ ഫോട്ടോ നിങ്ങൾ വെച്ചിരിക്കുന്നത്, പക്ഷെ റെസൊല്യൂഷൻ കുറയാണ്ടത് പ്രിന്റ് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖമൊന്നും അറിയാൻ പറ്റത്തില്ല, ആ അവസ്ഥയിലേക്ക് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നിരസിക്കുക. അപ്പൊ ദയവായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോക്കുക, അനലൈസ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക, നന്നായിട്ട് പഠിക്കുകയും ചെയ്യുക. പഠിച്ചു തുടങ്ങുക. സ്റ്റാർട്ട് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു, പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കോച്ചിങ് വളരെ കുറഞ്ഞ ഫീസിൽ സെക്കൻഡ് ബാച്ച് നിങ്ങൾക്ക് ഓൺലി 50% ഓഫറിൽ 599 ആയിട്ട് തന്നിട്ടുണ്ട്. ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നിട്ടുണ്ട്. അതിന്റെ മെറ്റീരിയൽസ് കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും, NCERT ഉൾപ്പെടെ. ഓക്കെ, അപ്പം താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ അഡ്മിഷൻ 1-2 ദിവസം കൂടെ ഉള്ളൂ. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇത് നിങ്ങളുടെ ഈ കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കോഴ്സിന് ചേരാത്തവരോ നമ്മുടെ വീഡിയോ കാണാതെ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്കോ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിക്കുവാനും ശ്രമിക്കുക. എല്ലാവർക്കും എന്ത് ചെയ്യുക, ഇത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, ചാനൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ്സിലൂടെ വിളിച്ചൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൽ പറഞ്ഞതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. എല്ലാവരും പഠിക്കുക, വിജയിക്കുക. ഓക്കെ, വിജയിക്കട്ടെ, നന്നായിട്ട് പഠിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു.